للطاغين مآبا لابثين فيها أحقابا لا يذوقون فيها بردا ولا شرابا إلا حميما وغساقا جزاء وفاقا إنهم كانوا لا يرجون حسابا وكذبوا بآياتنا كذابا وكل شيء أحصيناه كتابا فذوقوا فلن نزيدكم إلا عذابا صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. അപ്പോൾ ഓതിപ്പോഴീന മആബല്ലാബിസീന ലാബിനുള്ള ശ്രദ്ധ ഉണ്ട്. പക്ഷെ ആ ശ്രദ്ധ കൂട്ടി ഓതുമ്പോഴാണ് ശ്രദ്ധ വരിക. അതില്ലാതെ ഓരോ ആയ നിർത്തി ഓതുകയാണെങ്കിൽ എന്ത് ചെയ്യുക, വെറും ലാബിസീന വിത്തൗട്ട് ശ്രദ്ധാണ് വരിക. അപ്പോഴാണ് ആ ശ്രദ്ധിന്റെ സ്ഥാനം വരിക. ഇദ്ഗാം ചെയ്യുമ്പോഴാണ് മആബിന്റെ തൻവീൻ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുമ്പോഴാണ് ആ ലാമിന് ശ്രദ്ധ വരുന്നത്. അതല്ലെങ്കിൽ ആ ശ്രദ്ധിനുള്ള പ്രസക്തി ഇല്ല. നിർത്തി ഓതുമ്പോ ലാബിസീന ഫീഹാ അഹ്ഖാബാ. പിന്നെ ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ ഒതുക്കുമ്പോഴാ പിന്നെ നമുക്ക് എന്ത് ചെയ്യുക, അത്യാവശ്യം വേണ്ട നിയമങ്ങൾ, അടിസ്ഥാനപരമായ നിയമങ്ങൾ പറയാൻ പറ്റുക. ജീവിതത്തിന്റെ നിയമങ്ങളൊക്കെ പറഞ്ഞ പിന്നെ സമയം അതങ്ങനെ പോവുകയും ചെയ്യും, പറയ വേണ്ടതുമാണ്. പക്ഷെ അതിനൊക്കെ എന്ത് ഓരോരുത്തരും വ്യക്തിപരമായി ഓതാൻ തയ്യാറാകണം. എന്തായാലും നമുക്ക് ആകെ 40 മിനിറ്റാ ഉള്ളത്. അപ്പൊ നമ്മളിവിടെ എത്തി പാഠം. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നബഅ അമ്മ യതസാലൂൻ എന്ന സൂറയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബോധിതരായ മക്കക്കാർ അവർ നബി തങ്ങളുടെ സന്ദേശങ്ങൾ സന്ദേഹിച്ചുകൊണ്ട് സംശയിച്ചുകൊണ്ട് ഖിയാം എന്നാണ് അഥവാ പുനർജന്മത്തെ കുറിച്ച് സന്ദേഹിച്ചുകൊണ്ട് സംസാരിച്ചപ്പോ അതിനെതിരെ അല്ലാഹു തആല വിലക്കിക്കൊണ്ട് പറഞ്ഞു, അതേ നിങ്ങൾ ശേഷം അത് അറിയും, അത് നിങ്ങൾ അറിയാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖിയാമത്ത് സംഭവിപ്പിക്കാൻ ആ റബ്ബ് കഴിവുള്ളവനാണെന്ന് അറിയിക്കുന്ന കുറെ കാരണങ്ങൾ, 9ഓളം പ്രമാണങ്ങൾ, 9ഓളം അനുഗ്രഹം അല്ലാഹുവിൽ എടുത്തു പറഞ്ഞ ശേഷം പിന്നെ അല്ലാഹു തആല ഖിയാമത്ത് നാളിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞു. ആ ഖിയാമത്ത് നാൾ സമയം നിർണയിക്കപ്പെട്ട കാര്യമാണ്. അതിന് വ്യക്തമായ ഡീറ്റെയിൽസ് അല്ലാഹുവിന്റെ അടുക്കലുണ്ട്. ആ ഖിയാമത്ത് നാൾ വരാനുള്ളതാണ്. ആ ഖിയാമത്ത് നാളിന്റെ പ്രത്യേകത, ആ ഖിയാമത്ത് നാൾ എന്നാൽ ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറ എന്ന കാലത്ത് ഓതപ്പെടുന്ന ദിനമാണ്. അങ്ങനെ ഓതപ്പെടുമ്പോഴോ നിങ്ങൾ സംഘമായി ഓരോ പ്രവാചകന്മാരുടെ നിരകൾ ഇങ്ങനെ വരും. ആകാശങ്ങൾ പൊട്ടിക്കീറപ്പെട്ട് കവാടങ്ങൾ, ധാരാളം കവാടങ്ങൾ, ധാരാളം വാതിലുകൾ, കോടാനകോടിക്കണക്കിന് മാലാകമാർക്ക് ഇറങ്ങി വരാനുള്ള വാതിലുകളായിട്ട് ആകാശം പരിണമിക്കുന്നതാണ്. പർവ്വതങ്ങളെ നടത്തപ്പെടും. അങ്ങനെ ഫക്കാനത്ത് ആ പർവ്വതങ്ങൾ ഇല്ലാതെയായി എന്നാ നോക്കുന്നവർക്ക് ഒരു മരീചികയെ പോലെ അനുഭവപ്പെടുന്നതാണ്. പിന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല അത് പറഞ്ഞിട്ട് പറഞ്ഞു, അങ്ങനെ ആ ഖിയാമത്ത് നാൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ രക്ഷയുടെയും ശിക്ഷയുടെയും സ്ഥലമാണ്. അങ്ങനെ കിട്ടുന്ന ശിക്ഷയെ കുറിച്ച് അള്ളാഹു ആദ്യം പറഞ്ഞു. കാരണം ഇവിടെ നടത്തിയത് അതിന്റെ സംശയാലുക്കളെ ആൾക്കാരാണല്ലോ. അപ്പൊ അവർക്ക് കിട്ടാനുള്ള പ്രതിഫലം അതാണ്. അപ്പൊ അള്ളാഹു നരകത്തെ കുറിച്ച് പറഞ്ഞു, ഇന്ന ജഹന്നമ കാനത്ത് മിർസാദാ, നിശ്ചയമായും ജഹന്നമ നരകം അത് പതിയിരിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. അത് എവിടെ അവിടെ കാത്തു പാർത്തിരിക്കുന്നുണ്ട് ആൾക്കാര്, ഈ പാപികളായ ആൾക്കാരെ പിടിച്ചിടാൻ വേണ്ടി. അത് അതിക്രമികളായ ആൾക്കാരുടെ അവരുടെ മടക്കസ്ഥാനമാണ് നരകം. ലാബിസീന ഫീഹാ അഹ്ഖാബാ, നരകത്തിൽ എത്ര നാളാ താമസിക്കുക, എത്ര നാളാണ് അവരുടെ സ്റ്റേയിങ് പീരീഡ് എത്രയാണ്? അള്ളാഹ് പറയുന്നു, ലാബിസീന അവർ താമസിക്കുന്നവരായ നിലയിൽ, ഫീഹാ നരകത്തിൽ, അഹ്ഖാബാ യുഗാന്തരങ്ങൾ അവർ താമസിക്കും. എന്ന് വെച്ചാൽ കാലാനുകാലം അറ്റമില്ലാതെ, ഇരൽ അബദ് അറ്റമില്ലാത്ത കാലത്തോട് അവരുടെ വസിക്കുന്നവരാണ് എന്നർത്ഥം. പിന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ താമസിക്കുമ്പോഴോ അവരുടെ ഫീലിംഗ് എന്താണ്, അല്ലെ അവർക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബാ,
അവർ രുചിക്കുന്നതല്ല, അവർ രുചിക്കാൻ കഴിയുന്നതല്ല, ഫീഹ നരകത്തിൽ, ബർദൻ ഒരു തണുപ്പിനെയോ, വലാ ശറാബ ഒരു പാനീയത്തെയോ അവർക്ക് രുചിക്കാൻ കഴിയില്ല. അതിശക്തമായ ചൂടുള്ള നരകത്തില് അങ്ങനെ ദാഹം കൊണ്ട് വിവശരാകുമ്പോ കുടിക്കാൻ വല്ല പാനീയമുണ്ടോ? ഒരു പാനീയവുമില്ല. ആ ചൂടിന്റെ തണുപ്പിൽ നിന്ന് രക്ഷയിടാൻ ആ ചൂടിൽ നിന്ന് രക്ഷയിടാൻ എന്തെങ്കിലും ഒരു തണുപ്പോ ഒരു നനവോ ഉണ്ടോ? ഒരു 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 നേരിലെങ്കിലും ഉണ്ടോ? ഇല്ല. അല്ല പറയാണ്, അവിടെ അവർ ലാ യദൂഖൂൻ, രുചിക്കാതെ അർത്ഥം. അലങ്കാരിയെ പറയാ ലാ യദൂഖൂന, അവർ രുചിക്കുന്നതല്ല, ഫിഹാ നരകത്തിൽ, ബർദൻ ഒരു തണുപ്പിനെയോ, വലാ ശറാബ ഒരു പാനീയത്തെ അവർ രുചിക്കുന്നതല്ല, ഒരു പാനീയവുമില്ല, ഒരു തണുപ്പുമില്ല. എന്തൊഴികെ ഇല്ല ഹമീമൻ വഗസ്സാക, പക്ഷേ ഇതുണ്ട്, നരകത്തിൽ കിട്ടുന്ന കുടിക്കാനുള്ള വെള്ളം. നരകത്തിൽ വെള്ളമുണ്ട്. ആ വെള്ളത്തിന്റെ പേരെന്താണ്? ആ വെള്ളത്തിന്റെ പേരാണ് ഹമീം. അതിശക്തമായ ഏറ്റവും ചൂടേറിയ വെള്ളം. കുടിച്ചാൽ അങ്ങ് ഉലകം മുഴുവൻ ഉരുകിപ്പോകുന്ന അതിശക്തമായ ചൂടേറിയ വെള്ളത്തിന് ഹമീം എന്ന് പറയുക. ആ ഹമീം എന്ന വെള്ളമൊഴികെ, അതുപോലെ വസാക്ക് ഒഴികെ, അതുപോലെ കുടിക്കാൻ കൊടുക്കുന്ന, അതുപോലെ തന്നെ തണുപ്പിനായി അവർക്ക് ലഭിക്കുന്നതാണ് അതിതീവ്രമായ തണുപ്പ്, അഥവാ ചൂട് പോലെ ഫീൽ ചെയ്യുന്ന, ചൂടിനെ പോലെ ശിക്ഷയായി തീരുന്ന അതിശക്തമായ തണുപ്പുള്ള, അങ്ങേയറ്റം ഗന്ധമുള്ള, ദുർഗന്ധമുള്ള നരകവാസികളുടെ ചീഞ്ചനമാണ്. നരകവാസികൾ ഒന്നിരിക്കുന്ന ചലത്തിനാണ് ഗസ്സാക്ക് എന്ന് പറയുന്നത്. ആ ഗസ്സാക്കുമാണ് അവിടെ കിട്ടുക. ഒരു തണുപ്പോ ഒരു ഒരു പാനീയമോ അവിടെ ഇല്ല. അവിടെയുള്ള പാനീയവും അവിടെയുള്ള തണുപ്പും ഇതാണ്. ഹമീമും വസാക്കുമാണ്. ഹമീമും വസാക്കുമല്ലാത്തൊന്നും അവിടെ രുചിക്കാൻ കഴിയില്ല. ഹമീം എന്നാൽ അതിശക്തമായ ചൂടേറിയ പാനീയമാണ്. വസാക്ക് എന്നാൽ നല്ല തീവ്രമായ തണുപ്പുള്ള, എന്നാൽ നല്ല ദുർഗന്ധമുള്ള, ഒരു കാരണവശാൽ സഹിക്കാൻ കഴിയാത്ത, എല്ലാവരും മൂക്കുകുത്തിപ്പോകുന്ന ദുർഗന്ധമുള്ള നരകവാസികളുടെ ചീഞ്ചലമാണ്, ആ ചലമാണ്. അങ്ങനത്തെ ചലവും അവർക്ക് നൽകപ്പെടും. അതല്ലാത്ത വേറെ ഒന്നും അവിടെ കിട്ടാനില്ല. അല്ല പറയുകയാണ്, ഇങ്ങനെ അള്ളാഹു താല അവരെ ഇങ്ങനെ രുചിപ്പിക്കുന്നത്, അള്ളാഹു അവർക്ക് ഈ സമ്മാനം നൽകുന്നത് അവരോട് യോജിച്ച പ്രതിഫലമായ നിലയിലാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവന് കൊടുക്കുന്ന ശിക്ഷ, അള്ളാഹുവിന്റെ വരെ പകരം കൊടുക്കൽ, ജസാഅൻ പ്രതിഫലമാണ്, വിഫാഖൻ മുവാഫിഖായ യോജിച്ച, അവരെ കർമ്മത്തിന് യോജിച്ചതായ, അവരെ പ്രവർത്തനത്തിന് യോജിച്ചതായ പ്രതിഫലം